ഇതിനു മുമ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും, കാരണം നമുക്ക് പരിചയമില്ല. ഞാനും ചെയ്തിട്ടുണ്ട്. ഇതാരാന്ന് എന്തിനു വേണ്ടിയാണെന്ന് അറിയുന്നത് വരെ. സോർണം ചുങ്ക ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ 20 ദിവസത്തിൽ കൂടുതൽ മുകളിലായി നിരാഹാരം ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ഹോസ്പിറ്റലൈസാണ്. ഈ 3 നടന്ന നീറ്റ് എക്സാം പേപ്പർ ലീക്ക് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അന്ന് ഇൻസ്റ്റയിലൊക്കെ ഒരു വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. അച്ഛൻ ഒരു മകന് വേണ്ടി പേപ്പർ ലക്ഷങ്ങൾ മുടക്കി വാങ്ങി, പക്ഷെ ആ എക്സാം എഴുതിയിട്ടും അവൻ എക്സാമിൽ പരാജയപ്പെട്ടു എന്നൊക്കെ ഒരു ഫണ്ണായിട്ടൊക്കെ ഒരുപാട് ഇൻസ്റ്റയിലൊക്കെ വൈറലായിരുന്നു ആ വീഡിയോ. പക്ഷെ ഇതിന്റെ പേരിൽ ഒരു നടപടിയും, ഇത്രയും വലിയൊരു ഇത് നടന്നിട്ട് ഇതിന്റെ പേരിൽ ഒരു നടപടി എടുക്കാതെ അതിന്റെ പേരിൽ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റ്, ഇതിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസും പിന്നെ കോക്രോച്ച് പാർട്ടിയും പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയും എല്ലാവരും ഇതിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു പ്രൊട്ടസ്റ്റിന് വേണ്ടി. ഇതിൽ രാഷ്ട്രീയമില്ല, നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടി. നമ്മൾ സൈലന്റ് ആയിട്ട് ഇരുന്നാൽ ഇതുപോലത്തെ പൈസ കൂടി ജയിച്ചവരായിരിക്കും നാളെ നമ്മളെ വയറും നെഞ്ചും കീറി കുറച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ അത്രയും എല്ലാം കിട്ടും. ഇതിൽ ഓൾമോസ്റ്റ് മീഡിയാസ് സൈലന്റ് ആണ്. രാഷ്ട്രീയക്കാരോടെയും സിനിമാക്കാരോടെയൊക്കെ ചോദ്യം ചോദിക്കാനും അല്ല മീഡിയ, ജനങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാനാണ്. വാർത്ത തിരഞ്ഞെടുക്കൽ മീഡിയസിന്റെ ഫ്രീഡം തന്നെയാണ്. പക്ഷെ ജനങ്ങൾക്ക് വേണ്ടിയാണോ നിങ്ങൾ ശബ്ദം ഉയർത്തുന്നതെന്ന് ചോദിക്കാനുള്ള ഫ്രീഡം ജനങ്ങൾക്കുണ്ട്. എൻ്റെ ശബ്ദം ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ബാക്കി വെച്ചു പോയ കുറച്ച് വിദ്യാർത്ഥികൾക്ക് വേണ്ടി, ഇതിനെ ഇറങ്ങിത്തിരിച്ചവർക്ക് വേണ്ടി, പിന്നെ നമ്മുടെ വരും തലമുറയ്ക്ക് വേണ്ടി ഞാൻ ശബ്ദിക്കും. ഈ പ്രൊട്ടസ്റ്റിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബിഗ് സല്യൂട്ട്.